അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ടു. ആക്ച്വലി ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് 3 റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ ആണ്. അതായത് ഉണ്ണി വ്ളോഗ്സ്, കോക്ക്, അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്. ഇതിൽ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് മാത്രമേ ഈ സിനിമയെക്കുറിച്ച് നല്ലത് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കി രണ്ടുപേരും ഈ സിനിമയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് അതേ നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഉണ്ണി വ്ളോഗ്സ്. അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ പറയണത് ഈ ദിലീപിൻ്റെ കഥാപാത്രത്തെ അദ്ദേഹം വിവരിക്കുന്നത് ഭാര്യയോ കാമുകിയോ എന്ത് ചെയ്താലും ഒരു കുറ്റവും പറയാത്ത, അതായത് എന്നും സഹിച്ചു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദിലീപിനെ ഉപമിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്നും ഉണ്ണി വ്ളോഗ്സ് പറയുന്നുണ്ട്. അതുപോലെ വാത്സല്യത്തിലെ വലിയേട്ടനെ പോലെയാണ് നമ്മുടെ ദിലീപ് ഈ സിനിമയിലുള്ളത്. അതായത് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു വ്യക്തി. ആ ഒരു രൂപവും ഉണ്ണി വ്ളോഗ്സ് ദിലീപിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമ ഇമോഷണലി ഒട്ടും കണക്റ്റ് ആയില്ല എന്നും ഈ ക്ലൈമാക്സ് ഒട്ടും ഇഷ്ടമായില്ല എന്ന്, അതുപോലെ തന്നെ ഒരു പെണ്ണ് കാണൽ വന്നിട്ടുണ്ട്. അത് ലോജിക്കലി ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളൊരു കമൻറ്റും ആ വീഡിയോ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പ്രകടനത്തെ അദ്ദേഹം പുകഴ്ത്തുന്നത്. എല്ലാവരുടെയും പ്രകടനം അടിപൊളിയായിരുന്നു. ബട്ട് അദ്ദേഹത്തിന് ഈ കഥ വർക്കായില്ല, സിനിമ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാനുണ്ട്. പിന്നെ വേണ്ടതാണ് കോക്ക്. ആക്ച്വലി അശ്വിൻ കോക്കിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അദ്ദേഹം എന്തോ ദിലീപ് എന്ന് പറഞ്ഞായിട്ട് പൂർവ്വ വൈരാഗ്യം എന്തോ ഉള്ള പോലെയാണ് മൊത്തത്തിൽ സംസാരിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ആ സിനിമയിൽ ഇറങ്ങുന്ന കുറേ സീനുകൾ അദ്ദേഹം പറയുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയുന്നു. എന്ത് സീനാണ്, എങ്ങനെയാണ് ഇത് വർക്കാവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പൂര കുറ്റം പറച്ചിൽ. അതുപോലെ അദ്ദേഹത്തിന് കോമഡി വർക്കായില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിലുള്ളവർ ചിരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വർക്കായില്ല, ബട്ട് തിയേറ്ററിലുള്ളവർ ചിരിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഐറണിയാണ് ആക്ച്വലി. അത്രേ ഉള്ളൂ ആ അദ്ദേഹത്തിൻ്റെ വീഡിയോ. അത് അശ്വിൻ കോക്കിൻ്റെ വീഡിയോ മൊത്തം നോക്കുകയാണെങ്കിൽ കുറേ സീൻസ് എടുത്ത് പറയുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയുന്നു. അതാണ് മൊത്തം ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന് ആ സിനിമ ഒട്ടും വർക്കായാലും ഒട്ടും ഇഷ്ടമായില്ല എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂ. അദ്ദേഹം രാവിലെ തന്നെ വീഡിയോ ഇട്ടായിരുന്നു. അത് സീക്രട്ട് ഏജൻറ്റ് പടം തുടങ്ങി, അതായത് പടം തുടങ്ങിയ ഭാഗം, ഫസ്റ്റ് ഹാഫിൻ്റെ ഭാഗത്തോളം ഒട്ടും വർക്കായില്ല. കാരണം എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യാൻ പോണത് എന്നൊന്നും ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ആ ഭാഗം പോയത്. ബട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെല്ലിൽ തന്നെക്കാൾ ഒരു 10 മിനിറ്റ് മുമ്പ് തൊട്ട് സിനിമ എൻഗേജിങ് ആയെന്ന് പറഞ്ഞു. അതായത് നാഴിക തന്നെ ഉണ്ട് അതിൽ. അത് ഇതുവരെ പുറത്ത് വിടാത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ഈ റിക്യൂനില്ല, നമ്മുടെ എമ്പുരാൻ റിക്യൂവിൻ്റെ ആരാണെന്ന് പറയണമല്ലോ. അതുപോലെ തന്നെ ഈ സിനിമയിൽ നായികനെ കുറിച്ച് എവിടെയും പറഞ്ഞ് കണ്ടിട്ടില്ല, എങ്ങും കാണാനുമില്ല. എന്തോ ഹിഡൻ ആക്കി വെച്ചൊരു ക്യാരക്ടർ പോലെയാണ്. ആ ക്യാരക്ടർ വന്നത് തൊട്ട് ആ സിനിമയ്ക്ക് ഒരു ജീവൻ വന്നു എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. അതുകൊണ്ട് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളിയാണു എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറയണത്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. പണ്ടത്തെ നല്ല ദിലീപേട്ടൻ വീണ്ടും നല്ല സ്ക്രിപ്റ്റുകൾ ഇതുപോലെ എടുത്താൽ വീണ്ടും ഉയരങ്ങൾ എത്താമെന്നും അദ്ദേഹം വീഡിയോ പറയുന്നുണ്ട്. ആക്ച്വലി ആ 3 റിവ്യൂസിനെ വീഡിയോ സീക്രട്ട് ഏജൻറ്റാണ് ഈ സിനിമ ആകെ ഇഷ്ടമായത്. ഞാനും പോയി കണ്ടാണെന്ന്. ആക്ച്വലി എനിക്കും ഈ സിനിമ വർക്കായി. കുറേ ചിരിക്കാനുണ്ടായിരുന്നു അത്യാവശ്യം. എന്തോ ഈ ലോജിക്ക് അധികം ഒന്നും നോക്കാണ്ട് രീതിയിൽ പോയി കാണണമെങ്കിൽ എല്ലാവർക്കും ഈ സിനിമ വർക്കാവേണ്ടിയാണ്. ഒരു കുഞ്ഞു പടം, ദിലീപിൻ്റെ 150ാമത്തെ പടമാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട് ദിലീപിൻ്റെ പണ്ടത്തെ കുറച്ച് പടങ്ങളൊക്കെ വെച്ച്, കുറച്ച് ഇമോഷണൽ മ്യൂസിക് പോലത്തേക്ക് വന്നിട്ട്. അതിനെക്കുറിച്ച് സീക്രട്ട് ഏജൻറ്റ് മാത്രം പറയണുള്ളൂ. എന്തായാലും സിനിമ എനിക്ക് വെർത്ത് വാച്ചായിരുന്നു, സീക്രട്ട് ഏജൻറ്റ് വെർത്ത് വാച്ചായിരുന്നു. പിന്നെ അശ്വിൻ കോക്കിന് ഇഷ്ടമായില്ല, ഉണ്ണി വ്ളോഗ്സിന് ഇഷ്ടമായില്ല. പിന്നെ ബാക്കി ഓഡിയൻസ് റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക സിനിമ നല്ലതാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള റിവ്യൂവേഴ്സിൻ്റെ ബേസിക്കലി ഞാൻ സിനിമ കണ്ടതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ അശ്വിൻ കോക്ക് അമ്മാതിരി കുറ്റം പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാണ് നിങ്ങൾ സിനിമ കാണാൻ പോകണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ആവാം നിങ്ങളുടെ വ്യൂസ്. മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യും ചിലപ്പോൾ നമ്മളെ. അതുകൊണ്ട് പിന്നെ അദ്ദേഹം കുറേ സന്ദർഭങ്ങൾ പറയണ്ട ആ സിനിമയിലെ കഥ പോലെ. ഈ സിനിമ കണ്ടേണ്ട അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് കാണാനായിരിക്കും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്. കാരണം അല്ലെങ്കിൽ സിനിമയുടെ ആസ്വാദനം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് പോയി കാണുക. കണ്ടവർ കണ്ട അഭിപ്രായം പറയുക.